ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിന് വേണ്ടി റെയിൽവേ സ്റ്റേഷനിലാണ്. ബാംഗ്ലൂർക്കുള്ള ട്രെയിൻ നോക്കി റെയിൽവേ സ്റ്റേഷനിലിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ട്രെയിനിൽ കയറി. വിരസമായ യാത്രയായിരുന്നു ഇത് ബംഗളൂരു കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ ഇറങ്ങി. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷൻ ചെറുതാണെങ്കിലും വളരെ തിരക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ ബസ്സിൽ പോകുന്നത് കർണാടക നിയമസഭയുടെ മുന്നിലൂടെയാണ്. വളരെ മനോഹരവും വൃത്തിയുമുള്ള ബാംഗ്ലൂർ ടൗണിലൂടെ ഓട്ടോയ്ക്ക് പോകാൻ തീരുമാനിച്ചു. ഏതൊരു നഗരത്തിലും നമ്മൾ കാണുന്ന പോലെ ട്രാഫിക്കിൻ്റെ ചില പ്രശ്നങ്ങളും ഉണ്ട് ഇവിടെയും. അങ്ങനെ ഓട്ടോയിലിരുന്നു കൊണ്ട് ഈ നഗരത്തിൻ്റെ പരിപാലനത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഗ്രേറ്റർ ബംഗളൂരു മെട്രോപൊളിറ്റൻ ഏരിയയിലെ പൗര സൗകര്യങ്ങളുടെയും ചില അടിസ്ഥാന സൗകര്യങ്ങളുടെയും ഉത്തരവാദിത്വമുള്ള ഭരണ നിർവഹണ സ്ഥാപനമാണ് ബൃഹത് ബംഗളൂരു മഹാനഗരപാലിക. നഗരത്തിലെ പുക മലിനീകരണം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നഗരത്തിൽ ഓടുന്ന ഓട്ടോകളെല്ലാം CNGയിലേക്ക് മാറി. ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നതും നമ്മൾ കാണുന്നതുമായ ഓട്ടോയെല്ലാം CNGയിൽ ഓടുന്നതാണ്. അതോടൊപ്പം ധാരാളം ഇലക്ട്രിക് ഓട്ടോയും നഗരത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. അതെല്ലാം ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ബൃഹത് ബംഗളൂരു നഗരപാലിക ഇന്ത്യയിലെ 4ാമത്തെ വലിയ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. കൂടാതെ 741 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള 8.4 ദശലക്ഷം ജനസംഖ്യയുടെ ഉത്തരവാദിത്വമാണ് ഈ നഗരസഭയ്ക്കുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ നഗരത്തിലും ഉള്ളതുപോലെ ട്രാഫിക്കിൻ്റെ പ്രശ്നവും ഇവിടെയുണ്ട്. ബൃഹത് ബംഗളൂരു നഗരപാലികയുടെ ഉത്തരവാദിത്തങ്ങൾ പലതാണെങ്കിലും നഗരത്തിൻ്റെ ക്രമാനുഗതമായ വികസനമാണ് പ്രധാന ലക്ഷ്യം. കൂടാതെ സോണിംഗ്, കെട്ടിട നിയന്ത്രണങ്ങൾ, ആരോഗ്യം, ശുചിത്വം, ലൈസൻസിംഗ്, വ്യാപാരം, വിദ്യാഭ്യാസം, കൂടാതെ പൊതു തുറസായ സ്ഥലം, ജലാശയങ്ങൾ, പാർക്കുകൾ, പച്ചപ്പ് തുടങ്ങിയ ജീവിത നിലവാര പ്രശ്നങ്ങൾ എന്നിവയും BBBMPയുടെ ഉത്തരവാദിത്തത്തിൽപ്പെടും. ധാരാളം തണൽ വൃക്ഷങ്ങളുള്ള ഒരു മഹാനഗരം കൂടിയാണ് ബാംഗ്ലൂർ. ഈ തണൽ വൃക്ഷങ്ങൾ പ്രകൃതിയുടെ കഞ്ചകമെന്ന് വേണ്ടി നമുക്ക് പറയാം. ഈ കഞ്ചകമാണ് ഈ നഗരത്തിന് മിതമായ കാലാവസ്ഥ എപ്പോഴും പ്രദാനം ചെയ്യുന്നത്. വാഹനങ്ങൾ പുറന്തള്ളുന്ന പുക മാലിന്യങ്ങൾ ശുദ്ധീകരിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ നഗരത്തിലുള്ള ഈ പച്ചപ്പ്. അങ്ങനെ സുന്ദരമായ കാഴ്ചകൾ കണ്ട് ഞാൻ യാത്ര തുടരുകയാണ്. നഗരത്തിലെ ഓരോ വാർഡിൽ നിന്ന് കോർപ്പറേറ്റർമാർ എന്ന് വിളിക്കപ്പെടുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അടങ്ങുന്ന ഒരു സിറ്റി കൗൺസിലാണ് BBMP നടത്തുന്നത്. നഗരത്തിലെ ചില ജംഗ്ഷനുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ട്രാഫിക് ജാം കാണാം. അതോടൊപ്പം ശബ്ദ മലിനീകരണത്തിൻ്റെ ഒരു പ്രശ്നവും ഈ നഗരം അഭിമുഖീകരിക്കുന്നുണ്ട്. ദിനം പ്രതി ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് ഈ നിരത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ശബ്ദ മലിനീകരണം വളരെ ഒരു പ്രധാന പ്രശ്നമാണ് ഈ നഗരത്തിന്. ബാംഗ്ലൂരിലെ മുനിസിപ്പൽ ഭരണത്തിൻ്റെ ചരിത്രം 1862 മാർച്ച് 27 ആരംഭിക്കുന്നു. ധാരാളം തണൽ വൃക്ഷങ്ങളുള്ളൊരു മഹാനഗരമാണ് ബാംഗ്ലൂർ. എങ്കിലും ഇവിടെ നിലത്തെങ്ങും ഒരു മരത്തിൻ്റെ ഇല പോലും വീണ് കിടക്കുന്ന നമുക്ക് കാണാൻ കഴിയുകയില്ല. അത്രയ്ക്ക് ശ്രദ്ധയോടും കരുതലോടും കൂടിയാണ് ഈ മഹാനഗരം ഓരോ നിമിഷവും പരിപാലിച്ച് പോരുന്നത്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റും നഗരസഭയ്ക്കാണ്, മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഉള്ളത്. അതിന് അവർക്ക് അഭിമാനിക്കാം. ധാരാളം ചരിത്ര സ്മാരകങ്ങളുള്ളൊരു നഗരം കൂടിയാണ് ബാംഗ്ലൂർ. അതോടൊപ്പം തന്നെ ആധുനിക കാലത്ത് പണിത ധാരാളം പുതിയ കെട്ടിട സമുച്ചയങ്ങളും ഈ നഗരത്തിൽ നമുക്ക് അങ്ങോളം ഇങ്ങോളം കാണാം. രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ നഗരം ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് ഈ നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് സുപ്രധാനമായ പ്രാധാന്യവും പങ്കും വഹിക്കുന്നുണ്ട്. ബാംഗ്ലൂർ മുനിസിപ്പൽ ഭരണത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. പഴയ നഗരത്തിലെ 9 പ്രമുഖ പൗരന്മാർ 1850 ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ടൗൺ ആക്ടിൻ്റെ കീഴിൽ ഒരു മുനിസിപ്പൽ ബോർഡ് രൂപീകരിച്ചു. ഇവിടെ നിന്നാണ് ഇന്ന് നാം കാണുന്ന ബൃഹത് ബംഗളൂരു മഹാനഗരപാലികയുടെ വളർച്ച ആരംഭിക്കുന്നത്. അങ്ങനെ ടൗണിലൂടെയുള്ള എൻ്റെ യാത്ര കെമ്പഗൗഡ ബസ് സ്റ്റാൻഡിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയും പരിസരത്ത് നിർത്തി.
അവിടെ നിന്ന് ടൗണിലൂടെ ഞാൻ ടൗണിലെ മറ്റു ചില കാഴ്ചകൾ കാണാൻ വേണ്ടി ടൗണിലെ റോഡിൻ്റെ ഫുട്പാത്തിലൂടെ നടക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം റോഡ് സൈഡിൽ ധാരാളം ഫുട്പാത്ത് കച്ചവടക്കാർ, പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരെ നമുക്ക് കാണാം. ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരെയും തുണിത്തരങ്ങളും മറ്റു പല വിധത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന ധാരാളം ചെറുകിട കച്ചവടക്കാരെ നമുക്ക് ഈ റോഡിൻ്റെ ഈ നഗരത്തിൻ്റെ പല ഭാഗത്തും കാണാം. പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയും പരിസരത്ത്. ആ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഹാനഗരത്തെക്കുറിച്ച് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞെങ്കിലും ഒരാളെക്കുറിച്ച് പറയാണ്ടിരിക്കുന്നത് മോശമായ കാര്യം. അത് കെമ്പഗൗഡയാണ്. ഈ നഗര പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന കെമ്പഗൗഡയാണ് ബാംഗ്ലൂർ നഗരത്തിൻ്റെ സ്ഥാപക പിതാവ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ മേൽപ്പാലത്തിലൂടെ അപ്പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ ഈ മേൽപ്പാലത്തിൽ നമുക്ക് കാണാം ധാരാളം യാത്രക്കാർ വിവിധങ്ങളായ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത്. അങ്ങനെ എസ്കലേറ്റർ വഴി താഴേക്ക് ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ പോവുകയാണ്. അങ്ങനെ എസ്കലേറ്റർ വഴി താഴെ ഇറങ്ങി വീണ്ടും സ്റ്റെപ്പ് കയറി മറ്റൊരു ഭാഗത്തേക്ക് പോകുകയാണ്. ഇവിടെയെല്ലാം നമുക്ക് കാണാം ധാരാളം യാത്രക്കാർ വരുന്നതും പോകുന്നതും. ഇത് റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ്. ഇത് ഒരു അണ്ടർ പാസേജാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ളൊരു അണ്ടർ പാസേജ്. ഈ പാസേജിൻ്റെ ഇരു സൈഡിലും ധാരാളം സാധനങ്ങൾ വിൽക്കുന്ന ചെറു കടകൾ കാണാം. അപ്പോൾ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.